നെക്സ്റ്റ് ക്വസ്റ്റിന് മുന്നേ ഒരു നോട്ടായിട്ട് പറയാണ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് രണ്ട് മെത്തേഡിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഇൻവേർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് x2y തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നത് y2x ആണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇൻവേർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ y എന്ന് പറയുന്നത് റേഞ്ചിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഒരു വൈയുടെ ഫോമിൽ ഒരു ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ജി ഓഫ് വൈ എന്ന് പറഞ്ഞെടുക്കും. എന്നിട്ട് എഫും ജിയും തമ്മിലുള്ള കോമ്പോസിഷൻ, എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണോ നോക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജി ആയിരിക്കും എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു മെത്തേഡ്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ബൈജക്റ്റീവ്, എഫ് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നേരത്തെ ചെയ്തപ്പോൾ തന്നെ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുക്കും. പിന്നെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫോമുല ചെയ്തു. അതായത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എക്സിനെ വൈയുടെ ഫംഗ്ഷനായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതിന് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ഐ എന്ന് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് ഈ എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ഐയിൽ എക്സിനെ മാറ്റിയിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം, വൈനെ മാറ്റിയിട്ട് എക്സ് എന്ന് പറഞ്ഞു എഴുതാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ജി ഓഫ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ വൈയുടെ സ്ഥാനത്ത് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ജി ഓഫ് എക്സ് ആയിരിക്കും നമ്മുടെ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈയുടെ ടൈമിൽ കിട്ടും. അല്ലെങ്കിൽ ഈ എക്സിൻ്റെ അവിടെ എഫ് ഇൻവേഴ്സ് എക്സ് ചെയ്താൽ വൈയുടെ അവിടെ എക്സ് ചെയ്താൽ അപ്പോൾ എക്സിൻ്റെ ടൈമിലുള്ള ഇൻവേഴ്സ് കിട്ടും, ഇതിൽ വൈയുടെ ടൈമിലുള്ള ഇൻവേഴ്സ് കിട്ടും. ഈ നമ്മുടെ അടുത്ത് ചില ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിന് ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, സച്ച് ദാറ്റ് എഫ് കോമ്പോസിഷൻ ജിയോ അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫസ്റ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതിയാൽ മതി. ആ എക്സ് ആയിരിക്കും നമ്മുടെ ജി ഓഫ് ഐ എന്ന് പറയുന്നത്. അത്രയും അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളൂ. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ടൊരു പ്രോബ്ലം തരുമ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എഫ് എന്ന് പറയുന്നത് 1 ആൻഡ് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഡെഫിനേഷൻ അനുസരിച്ച് ഇൻവെർട്ടിബിൾ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് ചെയ്തു പോയാൽ മതി. ഇനി 1 ആൻഡ് ഓൺ ടു പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഓൺ ടുവിൻ്റെ ഇതിലും ഇൻവേഴ്സ് ഇതിലും വരുന്നത് ഈ സ്റ്റെപ്പിലും വരുന്നത് സെയിം തന്നെയാണ്. കാരണം നമ്മൾ ഓൺ ടു ചെയ്യുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തിട്ട് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇതാണ്, അങ്ങനെയാണ് ചെയ്യുന്നതിൽ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കിയ ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും പ്രൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 1 ആൻഡ് ഓൺ ടു ഒന്ന് പ്രൂവ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻവെർട്ടിബിൾ ഡെഫിനേഷൻ അനുസരിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത് കൺസിഡർ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ രണ്ട് മെത്തേഡിലും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ചാണ്. അതായത് എഫ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ മതി. ആ 3 സ്റ്റെപ്പ് വെച്ച് ചെയ്താൽ മതി. ഇത് ഈ എഫ് എന്ന് പറയുന്നത് 1 ബൈജക്റ്റീവ് ആണോ നോക്കണം. എഫ് ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എഫ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായാലും 1 ആൻഡ് ഓൺ ടു ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് 1 ആൻഡ് ഓൺ ടു ആയിരിക്കും. പക്ഷെ നമ്മൾ മാർക്കിനനുസരിച്ച് എഴുതുമ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് 1 ആൻഡ് ഓൺ ടു നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന, അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ ശരിക്കും എഫ് എന്ന് പറയുന്നത് 1 ആൻഡ് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണം മാർക്കിനനുസരിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആർ ടു ആർ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് 4x + 3 ആണ്. അപ്പോൾ ഫസ്റ്റ് 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, x1 x2 എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സ് ഡൊമൈനിലെടുക്കും. ഡൊമൈനിൽ എടുത്തിട്ട് നമ്മൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2 എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ലെറ്റ് x1 x2 എന്ന് പറയുന്നത് രണ്ട് എലമെൻറ്റ്സ് ആറിൽ നിന്ന് എടുത്തു, ഡൊമൈനിൽ നിന്ന് എടുത്തു, such that f of x1 is equal to f of x2 implies നമുക്ക് x1 equal to x2 എന്ന് പറഞ്ഞ് കാണിക്കണം. ഇവിടെ f of x എന്ന് പറയുന്നത് 4x + 3 ആണ്. അപ്പോൾ f of x1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 4x1 + 3 ഈക്വൽ ടു f of x2 എന്ന് പറയുന്നത് 4x2 + 3 ആണ്. which implies
ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സെയിം സൈനാണ് 3ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാലോ. അല്ലെങ്കിൽ 3നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 3 - 3 എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. അപ്പോൾ ഈ 3യും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് 4x1 = 4x2 എന്ന് പറഞ്ഞ് വരുന്നത്. വിച്ച് ഇംപ്ലൈസ് x1 = x2 ആണല്ലോ. 4നെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 4/4 എന്ന് പറഞ്ഞ ഫോമാണ് വരുന്നത്. 4/4 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് x1 = x2 എന്ന് പറഞ്ഞ് കിട്ടി. അതായത് f of x1 = f of x2 implies x1 = x2. Therefore f is 1 1. അപ്പോൾ f 1 1 ആണെന്ന് കിട്ടി. ഇനി f onto ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലെറ്റ് y എന്ന് പറയുന്നത് Rൽ നിന്ന് എടുക്കുകയാണ്. സച്ച് ദാറ്റ് y = f of x. onto എന്ന് പ്രൂവ് ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെ. y = f of x ആണ്. അതായത് y = f of x എന്തായിരുന്നു? 4x + 3 ആയിരുന്നു. ഇത് നമ്മൾ എന്താ ചെയ്യാറ്? x = എന്ന് പറഞ്ഞാണ് കണ്ടുപിടിക്കാറ്. അപ്പോൾ 4x = y - 3 ആണ്. അതായത് x = y - 3/4 എന്ന് പറഞ്ഞു കിട്ടും. y ആറിലത്തെ എലമെൻ്റ് ആണ്, 3യും 4ഒക്കെ ആറിലത്തെ എലമെൻ്റ് ആണ്. അത് = x ആണ്. അപ്പോൾ ഇത് എവിടുത്തെ എലമെൻറ്റാണ്? ആറിലത്തെ എലമെൻറ്റാണ്. അതായത് y എന്ന് പറയുന്നത് ഏതൊരു y എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു x ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് y = f of x. അപ്പോൾ y എന്ന് പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ച് y onto ആണ്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു every y belongs to R, there exists a real number x = y - 3/4 അല്ലെങ്കിൽ y - 3/4 എന്ന് പറയുന്ന ആറിലുണ്ടെന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. സച്ച് ദാറ്റ് f of y - 3/4 f of x = f of y - 3/4 is equal to y. f of x is equal to y. അതായത് f of y - 3/4 which is equal to y. അപ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് f എന്ന് പറയുന്നത് onto എന്ന് പറഞ്ഞാൽ കിട്ടി. അപ്പോൾ f എന്ന് പറയുന്നത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണല്ലോ. ഹെൻസ് f ഈസ് എ ബൈജക്ഷൻ. അപ്പോൾ f ബൈജക്റ്റീവ് ആണെങ്കിൽ fന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് f ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഇനി നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ നോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? y = f of x എന്ന് പറഞ്ഞെടുക്കണം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൽ നമ്മൾ x = എന്ന് പറഞ്ഞൊരു വൈയുടെ ഫോമിലൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിനെ നമ്മൾ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? g of y എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. എക്സിനെ മാറ്റിയിട്ട് f ഇൻവേഴ്സ് ഓഫ് എക്സും വൈനെ മാറ്റിയിട്ട് എക്സ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ x = f ഇൻവേഴ്സ് ഓഫ് y കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് മുന്നേ എഴുതിയ അത് വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ f ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ബാക്കിയൊക്കെ അത് വെച്ച് ചെയ്യണേ. ടു ഫൈൻഡ് f ഇൻവേഴ്സ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ലെറ്റ് y = f of x which implies y = f of x എന്ന് പറയുന്നത് 4x + 3 ആണ്. ഇതിൽ നിന്ന് എന്താ പറയുന്നത്? ഇതിൽ നിന്ന് x = എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് മുന്നേ ആ സ്റ്റെപ്പ് ചെയ്ത് വെച്ചിരുന്ന കാരണമാണ് ഞാൻ അതിൽ നിന്ന് ഡയറക്റ്റ് ചെയ്താണ്. x = y - 3/4 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് g of y ആയിട്ട് എടുക്കുകയാണ്. എക്സിനെ നമ്മൾ വൈയുടെ ഫോമിലൊരു ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. അതിനെ g of y എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഈ ഇൻവേഴ്സ് എന്താ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ 2 സ്റ്റെപ്പ് കിട്ടി. അത് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആയിരുന്നു. ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എക്സിനെ നമുക്ക് എക്സിനെ f ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. f ഇൻവേഴ്സ് ഓഫ് എക്സ്, എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് f ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നും വൈനെ റീപ്ലേസ് ചെയ്തിട്ട് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് f ഇൻവേഴ്സ് ഓഫ് എക്സ് = g of x ആണ്. അപ്പോൾ എന്ത് വരും? g of x എന്ന് പറയുന്നത് ഇതിലിട്ട് കൊടുക്കുമ്പോൾ x - 3/4, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് f ഇൻവേഴ്സ് ഓഫ് y എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അതായത് f ഇൻവേഴ്സ് ഓഫ് y = y - 3/4. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒന്നില്ലെങ്കിൽ എക്സിൻ്റെ ടൈമിലുള്ള ഇൻവേഴ്സ് ആക്കി എഴുതാം, അല്ലെങ്കിൽ വൈയുടെ ടൈമിലുള്ള ഇൻവേഴ്സ് ആക്കി എഴുതാം. അപ്പോൾ f ഇൻവേഴ്സ് ഓഫ് x = x - 3/4 ഓർ f ഇൻവേഴ്സ് ഓഫ് y = y - 3/4. ഇത് ഈ സ്റ്റെപ്പ് വെച്ച് ചെയ്തത്. ഇനി നമുക്ക് ഇൻവേർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് സെക്കൻഡ് മെത്തേഡ് ലെറ്റ് y = 4x + 3 ആണെന്ന് പറഞ്ഞെടുത്തു.
അതായത് y എന്ന് പറയുന്നത് നമ്മൾ റേഞ്ചിൽ നിന്ന് എടുക്കാറ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു റേഞ്ചിൽ നിന്ന് എടുക്കുമ്പോൾ റേഞ്ചിൽ വരുന്ന എലമെൻറ്റ്സ്, അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x+3 ആണ് തന്നിട്ടുണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ ഇമേജാണ് 4x+3 എന്ന് പറയുന്നത്. നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇമേജുകളുടെ കളക്ഷനാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റേഞ്ചിലൊരു എലമെൻറ്റ് y എടുക്കുകയാണെങ്കിൽ ആ വൈയുടെ ഫോം എന്തായിരിക്കും, 4x+3 ആയിരിക്കുമല്ലോ. അപ്പോൾ y ഈസ് ഈക്വൽ ടു 4x+3 എഴുതി. ഇതിൽ നമ്മൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാറ്. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് 4x is equal to y minus 3 implies x is equal to y minus 3/4. നമ്മൾ എന്താ ചെയ്യാറ്, ഇൻവെർട്ടിബിളിൻ്റെ കേസിൽ എന്താ ചെയ്യാറ്, ഈ ഫംഗ്ഷന് നമ്മൾ g ഓഫ് y എന്ന് പറഞ്ഞെടുക്കും. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ അതിനെ g ഓഫ് y എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കും. അപ്പോൾ g ഓഫ് y എന്താ, y minus 3/4 ആണ്. ഇനി f കോമ്പോസിഷൻ ജിയും g കോമ്പോസിഷൻ f എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണോ നോക്കും. Now g composition f of x is equal to g of f of x. f of x എന്ന് പറയുന്നത് എന്താണ്, 4x+3 ആണ്. g എന്ന് പറയുന്നത് എന്താണ്, y minus 3/4 ആണ്. ഇതിന് g ഓഫ് y എന്ന് പറയുന്നത് y minus 3/4 ആണ്. അപ്പോൾ g ഓഫ് x എന്ന് പറയുന്നത് എന്തായിരിക്കും, x minus 3/4 ആയിരിക്കുമല്ലോ. അപ്പോൾ g ഓഫ് 4x+3 എന്ന് പറയുന്നത് ഈ g ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 4x+3 കൊടുക്കും. g ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ 4x+3 കൊടുക്കാം. വിച്ച് ഈക്വൽ ടു എന്ത് വരും, എക്സിൻ്റെ അവിടെ 4x+3 എന്ന് പറഞ്ഞു കൊടുത്തു. ബാക്കി എന്തുണ്ട്, -3 / 4 ഉണ്ട്. അപ്പോൾ 3 -3 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാലോ. ബാക്കി 4x/4 കിട്ടും. ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x കിട്ടും. g കോമ്പോസിഷൻ f ഓഫ് x എന്ന് പറയുന്നത് x ആണ്. അതായത് എക്സിൻ്റെ ഇമേജ് ഏതൊരു x എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് x തന്നെയാണ്. ഇത് ഐഡൻറ്റിറ്റി ആയിരിക്കുമല്ലോ, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണല്ലോ. ഇനി അടുത്തത് എഫ് കോമ്പോസിഷൻ ജി നോക്കണം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എടുക്കുകയാണ്. അപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, എക്സ് മൈനസ് 3/4 ആണ്. അതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x+3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എക്സ് മൈനസ് 3/4 എന്ന് പറഞ്ഞെടുത്തു. ഇനി എഫ് ഓഫ് എക്സ് മൈനസ് 3/4 കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എക്സ് മൈനസ് 3/4 കൊടുക്കും. എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ അവിടെ എക്സ് മൈനസ് 3/4 കൊടുക്കുക. അപ്പോൾ എഫ് ഇൻറ്റു എക്സിൻ്റെ അവിടെ എക്സ് മൈനസ് 3/4 കൊടുത്തു, +3 ഉണ്ട്. എഫ് ഓഫ് എക്സിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോലോ. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 + 3 എന്ന് പറഞ്ഞു കിട്ടും. -3ഉം +3ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ജി കോമ്പോസിഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കിട്ടി. അതായത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഏതൊരു എക്സ് എടുക്കുകയാണെങ്കിലും ഡൊമൈനിലത്തെ ഏതൊരു എക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എഫ് കോമ്പോസിഷൻ ജി മാപ്പ് ചെയ്യുന്നത് എക്സിലോട്ട് തന്നെയാണ്. അപ്പോൾ ഏത് എക്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇമേജ് എക്സ് തന്നെയാണ്. അപ്പോൾ ഇതും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ അനുസരിച്ച് എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണെന്ന് കിട്ടുമല്ലോ. ഇൻവെർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഇൻവെർട്ടിബിളായി. ഹെൻസ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ. എഫ് ഇൻവെർട്ടിബിൾ ആണ്. ആൻഡ് എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ, ജി ആണ്. എഫിൻ്റെ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത് എന്തായിരുന്നു, ജി ഓഫ് വൈ എന്ന് പറയുന്നത് വൈ മൈനസ് 3/4 ആയിരുന്നു. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3/4. എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈ മൈനസ് 3/4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ട് മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും നമുക്ക് വൈ മൈനസ് 3/4 തന്നെയാണ് ഇൻവേഴ്സ് വരുന്നത്. അപ്പോൾ ഏത് മെത്തേഡ് ഒന്നില്ലെങ്കിൽ 1 1 ആൻഡ് ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓൺ 2ൻ്റെയും
ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതുള്ളൂ. അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാസ്റ്റ് ആ സ്റ്റെപ്പ് എഴുതി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതി എക്സ് ഈക്വൽ ടു നമ്മൾ ജി ഓഫ് ഐ ആയിട്ട് എടുത്തു. ആ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കൂടി കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആ ജി ആയിരിക്കും ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.